1,70,000 വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ സ്വീകാര്യത തന്നെയാണ്. പക്ഷെ ആ സ്വീകാര്യത നേതാക്കൾക്കിടയിൽ അങ്ങനെ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അബിന് ശത്രുക്കളുണ്ടോ പാർട്ടിയിൽ? അങ്ങനെ ഞാൻ ആരുടെയും ശത്രുവാകുന്ന ഒരാളല്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അല്ലേ, എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയപരമായി ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വളരാതിരുന്നുകൊണ്ട് എൻ്റെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. എന്നെ പോലുള്ള നിരവധി ചെറുപ്പക്കാരെ വളർത്തി അടുത്ത തലമുറയിലേക്ക് ഈ ബാറ്റൻ കൈമാറുക എന്നുള്ളതാണ് എൻ്റെ നേതാക്കന്മാരുടെ ജോലി. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനൊരു KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നയാളാണ്. എന്നെ NSUവിൻ്റെ ദേശീയ സമിതി അംഗം വരെയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. ഞാൻ NSUവിൻ്റെ ദേശീയ സെക്രട്ടറിയായി. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അതും തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരികയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെയായി. എനിക്ക് ഇത്രയും അവസരങ്ങൾ പാർട്ടി തന്നു. കാരണം പാർട്ടിയുടെ ഏറ്റവും ചുരുങ്ങിയ മാധ്യമ വക്താക്കളിൽ ഒരാളായി എന്നെ പാർട്ടി നിയമിച്ചു. ഇതൊക്കെ അവസരങ്ങളല്ലേ. എന്നെ 4 ആൾ അറിയുന്നത് അബിൻ വർക്കി എന്നതിൻ്റെ കൂടെ കോൺഗ്രസ് എന്നുകൂടി ചേർക്കുമ്പോഴാണ്. അതാണ് എൻ്റെ മേൽവിലാസം. ആ മേൽവിലാസം ഉണ്ടാക്കി തന്ന എൻ്റെ പാർട്ടിയല്ലേ. അപ്പോൾ എൻ്റെ പാർട്ടി എന്നെ അങ്ങനെ വളരണ്ട എന്ന് വെക്കുമെന്ന് ഞാൻ കരുതുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അബിനിപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തുന്ന, രാഹുൽ ഗാന്ധിക്ക് പ്രധാന റോളുള്ള ഒരു സംവിധാനമാണ്. അത് ഇപ്പോൾ ഒരു അസ്വാഭാവികമായ അല്ലെങ്കിൽ അനഭീഷ്ടമായ ചില സംഭവങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാറുന്നത്. അതിനുശേഷം ചില അട്ടിമറികൾ, ചില കാര്യങ്ങൾ നടന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇത്രയും നാളെടുത്തതിന് ശേഷം പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് വരുന്നു. അതിൽ തന്നെ ഈ സാമുദായിക പരിഗണന, സാമുദായിക സമവാക്യം എന്നൊരു കാര്യം ഉയർത്തി പറയുകയാണ്. അങ്ങനെയുള്ള സാമുദായിക സമവാക്യം നോക്കാനാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ അബീൻ? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം എന്താ? അപ്പോൾ സ്മൃതിക്കറിയാലോ, സ്മൃതി ക്യാമ്പസ് പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ വിളിച്ചു വളർന്ന KSUവിൻ്റെ മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മതേതരത്വം പേറിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ അങ്ങനെ നയിക്കാനാണ് ഈ പ്രസ്ഥാനം ഉള്ളത് തന്നെ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ ശക്തി പകരുന്നു അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എൻ്റെ പാർട്ടിയിൽ അങ്ങനെ ഞാനൊരു പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെ വന്നു എന്നൊക്കെ കരുതപ്പെടാൻ പറ്റും. ശരി അബിൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.